ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് മുടിയിൽ തേക്കാനുള്ള എണ്ണേൻ്റെ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതായിരുന്നു, പക്ഷേ ഇന്നാണ് ഒത്തതെന്നല്ല, ഇന്നാണ് പുതിയ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീളമുള്ള മുടി ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അല്ലേ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മുടി വളരേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇനി ആഗ്രഹമുള്ളവർക്ക്, മുടി വളർത്തണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഞാനൊരു എണ്ണ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല കരുത്തും നല്ല ഉള്ളുള്ള മുടിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല മുടിയാണ്, മുടി കൊഴിച്ചലൊന്നും അധികമില്ല. അപ്പോൾ ആ എണ്ണയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. ആ എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയാണ് ആ എണ്ണയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത്? പലരും പല രീതിയിൽ എണ്ണ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലേ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ ആർക്കെങ്കിലും പറ്റുകയാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഞാൻ ചേർക്കണതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എണ്ണയാണ് കേട്ടോ. ഞാൻ ഇവിടെ 1/2 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തി മുട്ടല്ല എല്ലാവരും എടുക്കൽ, ചെമ്പരത്തി പൂവും എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും എടുക്കലുണ്ട് ചെമ്പരത്തി. 2 ചെമ്പരത്തീൻ്റെ പൂവാണ് കേട്ടോ. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ചെറിയ ഉള്ളിയാണ് അധികം എടുക്കൽ കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലയെന്ന് മാത്രമല്ല, അതുണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ സവാളയാണ്. സവാള മുടീൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ നീര് തട്ടിയാൽ. പിന്നെ എടുക്കുന്നത് 2 കഞ്ഞിക്കൂർക്കേൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ കീഴാർനെല്ലി ഒരു പിഞ്ച് എടുത്തിട്ടുള്ളൂ. കീഴാർനെല്ലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കീഴാർനെല്ലിയുടെ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉരുവത്താളിയാണ് കേട്ടോ തേച്ചത്. അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയി, കഴിഞ്ഞിട്ടില്ല, കഴിയുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആ ചെടി ഇപ്പോൾ അധികമില്ല. അപ്പോൾ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ജീരകം, കുറച്ച് ഉലുവ നമ്മൾ പൊടിക്കണം. ഇതൊക്കെ നമ്മൾ പൊടിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം അതെല്ലാതെയും. അപ്പോൾ 2 മണി ഇതാ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുഴുവനൊന്നും ഇടില്ല, ഞാൻ ഇവിടെ അങ്ങനെ വെച്ചെന്നുള്ളൂ കേട്ടോ. ഒരു 4 എണ്ണേ ഞാൻ എടുക്കണുള്ളൂ. നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയിൽ തലയൊട്ടിയിലൊക്കെ തട്ടിയാൽ എന്താ പറയുക, രക്തവട്ടത്തിനൊക്കെ വളരെ നല്ലതാണ്. കുരുമുളക് ചേർത്താലും ഒക്കെ പാടെ തേക്കരുത് കേട്ടോ. ഒത്തിരി മുളകും കൂടി ഇട്ടുകൂടെയെന്ന് എല്ലാവരും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുകയായിരിക്കും. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ കുരുമുളക് ഇടുന്നത് രക്തവട്ടത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ തുളസീൻ്റെ ഇല അതാ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. നമുക്ക് 1/2 ലിറ്റർ എണ്ണയല്ലേ ഉള്ളൂ, അതിനനുസരിച്ചിട്ടുള്ളത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതെന്താ വെച്ചാൽ, ഇത് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആ കുപ്പിയിൽ അതിൻ്റെ കക്കൻ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ തെളി ഊറ്റിയിട്ടല്ല ഇടുന്നത്, കക്കനെല്ലാം അതിൽ തന്നെ ഇടും. അപ്പോൾ പിന്നെ ആ എണ്ണ കഴിയുന്നതിനനുസരിച്ച് 1/2 ലിറ്റർ എണ്ണ അങ്ങനെ കൊടുന്നിട്ട് അതിൽ ഒഴിച്ച് വെക്കുക ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇപ്പം ഉള്ള എണ്ണ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ എണ്ണ ഒരുപാടായിട്ട് ഈ കക്കനിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇതാക്കി. അപ്പോൾ ഇത് കടുപ്പത്തിരി കൂടിയിട്ടുണ്ട്. അത് നമുക്ക് തലയ്ക്ക് ഭയങ്കര ദോഷമാണ് കേട്ടോ. എല്ലാവർക്കും ഇല്ല, കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തലവേദന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കക്കനോട് മാറ്റാമെന്ന് വിചാരിച്ചു. ഇതിൽ എന്നിട്ട് പുതിയ എണ്ണ ഉണ്ടാക്കി നിറയ്ക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അത് കളയാനാണ് പോകുന്നത്. എണ്ണ കളയുന്നില്ല, എണ്ണ എടുക്കും. എണ്ണ ഞാൻ മറ്റേലേക്ക് ഒഴിക്കും, ഇപ്പോൾ എണ്ണ ഉണ്ടാക്കണേലേക്ക് ഒഴിക്കും. എന്നിട്ട് ആ കക്കൻ കളഞ്ഞ് കുപ്പി ഒഴിവാക്കി പുതിയ എണ്ണ നിറയ്ക്കാനാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ കത്രിക വെച്ച് അരിഞ്ഞ് ഒക്കെ റെഡിയാക്കുന്നുണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തുളസീൻ്റെ ഇലയും കുറുക്കട ഇലയും കിഴങ്ങുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൂവും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും ചതയ്ക്കുന്നില്ല കേട്ടോ. ഇതും ചതയ്ക്കുന്നില്ല. ഇത് നമ്മൾ ആ കക്കനൊന്നും കളയാത്തതും കൊണ്ട് അതിൻ്റെ ഗുണം എപ്പോഴും നമുക്കത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ചതച്ച് നീരെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെറിയുള്ളി ഒന്ന് ചതയ്ക്കുന്നുണ്ട്, കുരുമുളക് 2 മണി എടുത്ത് ചതയ്ക്കുന്നുണ്ട്, ഇതും ഒന്ന് പൊടിച്ചിനുണ്ട് കേട്ടോ. അത്രേ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. അപ്പം ഞാൻ അതാ ഉലുവയും ജീരകവും കുരുമുളകും കൂടിയിട്ട് ഒന്നുകൂടെ കുരുമുളക് കണ്ടില്ലേ, 4 എണ്ണ ഇടണുള്ളൂ കേട്ടോ. ഞാൻ അതിലിങ്ങനെ എടുത്ത് വെച്ചു എന്നല്ലാതെ അത് ഫുള്ള് ഇടുന്നില്ലേ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, തലയ്ക്ക് അല്ലെങ്കിൽ എരിവ് തട്ടിയാൽ ഭയങ്കര കേടായിരിക്കും. അപ്പം ഞാനതൊന്ന് പൊടിക്കട്ടെ.
അപ്പം ഞാൻ അതാ ജസ്റ്റ് ഇത് നല്ലോണം പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. സവാള ചേർത്തിട്ട് എണ്ണ ഉണ്ടാക്കണ ആദ്യമായിട്ടാണ്, അതാണ് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ഗുണമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോഴേക്കും ആവശ്യമില്ല, എണ്ണ നല്ല മൂത്താൽ ഇറക്കി വയ്ക്കാൻ സമയത്ത് മാത്രം ഇതൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് ഇടും, എണ്ണ വേഗം എടുക്കും വേണം അടുപ്പത്തുനിന്ന്. അപ്പോൾ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണയും ആ തേങ്ങാപ്പാലും കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ എണ്ണ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്കിതാ കക്കങ്ങനെ വരുമ്പോൾ അറിയുന്നുണ്ട്. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇളക്കുന്നുണ്ടേ, പിടിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ അനു ഇവിടെ മാഗിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് എണ്ണ തിളയ്ക്കുമ്പോൾ എണ്ണയിൽ മറ്റതൊക്കെ ഇടാനായി വരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മാഗി ഉണ്ടാക്കുന്ന തിരക്കാണേ. ആദ്യം മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കണത് സ്പെഷ്യൽ മാഗിയാണ് കേട്ടോ അതിലൊക്കെ. അപ്പോൾ ഇതേ മുത്തിട്ടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് ഇടാൻ പോവാണ് കേട്ടോ. ആദ്യം ഇടുന്നത് ഉള്ളി തന്നെയാണ്, കാരണം ഉള്ളിയാണ് അമ്മ ചാടി തീയൊന്ന് കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് കയ്യൊക്കെ കേട്ടോ, ഫോണ് എണ്ണയ്ക്ക് പോവേ അടിപൊളിയാവും. പിന്നെ ഞാനിതൊക്കെ ഇടുകയാണ് കേട്ടോ, എല്ലാം ഇടുകയാണ്. തീ കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും മൂത്താൽ, ജസ്റ്റ് ഒന്നും മൂത്താൽ പെട്ടെന്ന് തന്നെ തീയൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുപ്പിക്ക് ഇപ്പം തന്നെ ഒന്നും ഒഴിക്കില്ല, ഒഴിക്കാനാകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി അടിപൊളി കളറായിട്ടുണ്ടാവും എണ്ണേൻ്റെ. ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി, ഇതിലിപ്പം നീരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ അതിൻ്റെ കളറ് മാറിയിരുന്നു. നല്ലോണം മൂക്കണം കേട്ടോ, മൂക്കണ വരെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഞാൻ ഇറക്കി വയ്ക്കണമൊന്നുമില്ല, തീ കെടുത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറിയിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അപ്പോഴാണ് അതിൻ്റെ നിറത്തിൻ്റെ നമുക്ക് നേരെ അറിയുള്ളൂ. ഇതൊക്കെ താഴത്ത് പോയിട്ട് കണ്ടോ, കക്കനൊക്കെ താഴത്ത് പോയിട്ട് അതിൻ്റെ എണ്ണ മാത്രമായിട്ട് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കളറ് മാറ്റം മനസ്സിലാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ, എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിവിടെ ഉണ്ടാക്കുന്ന കൊറിയൻ സ്റ്റൈലിലെ മാഗിയാണ് കേട്ടോ. കണ്ടോ, നിറയെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഞാൻ ചോദിക്കുകയാണ് ഇതെന്താ ഒരു കുടം വെള്ളം ഒഴിച്ചിത്തിരി മാഗി. അപ്പോൾ കൊറിയൻ സ്റ്റൈലിലുള്ള മാഗിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഞാനിങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ. ഞാൻ സാധാരണ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അരിക്കിട്ടിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കും, മസാലപ്പൊടി ഇട്ടിട്ട്. അതാണ് ഇപ്പോൾ അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. എണ്ണ കണ്ടില്ലേ, കളർ മാറ്റം ഇപ്പം തന്നെ മനസ്സിലാവണില്ലേ? ഇത് ഒരു വൈകുന്നേരം വരെ ഞാനിതേ ഇങ്ങനെ തന്നെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ. അപ്പോൾ അതിൻ്റെ ഈ ഇലകളുടെയും പൂവിൻ്റെ ഒക്കെ സത്ത്, ഉലുവ, ജീരകം
അതിൻ്റെയൊക്കെ സത്ത് അങ്ങനെ ഇറങ്ങി വരും. ഈ കക്കൻ മാറ്റരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവേൻ്റെയൊക്കെ സത്ത് അതിൽ തന്നെ ഉണ്ടാവും, അത് പോവില്ല. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എണ്ണേൻ്റെ ഗുണം മൊത്തം പോകട്ടെ. കാരണം ഇതിൻ്റെ പതുക്കെയല്ല എനിക്ക് ഇറങ്ങുള്ളൂ എണ്ണയ്ക്ക് ഗുണം, ഉലുവേൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തണുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നും കൂടി. അവിടെ എണ്ണ ഇവിടെ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ കളർ നോക്കിയൊക്കെ നല്ല എണ്ണയാണ് കേട്ടോ. ഞാനിത് ഇത് കഴിയണേ കുപ്പിയിൽ നിറയ്ക്കും. ഇപ്പം തന്നെ നിറയ്ക്കുന്നില്ല, നല്ല തണുത്തിട്ട് കേട്ടോ നിറയ്ക്കണുള്ളൂ. പിന്നെ ഞാനിത് പകുതി ആകുമ്പോഴേക്കും, ഈ എണ്ണ പകുതി ആകുമ്പോഴേക്കും അതിൻ്റെ സത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒന്നും കൂടി ഇങ്ങോട്ട് കടുപ്പാവൂലേ. അപ്പം ഞാൻ 1/2 ലിറ്റർ എണ്ണയും കൂടിയും കൊടുന്ന് ഒന്ന് കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത്. നമ്മൾ കഴിയണ അവരെ അടി ഭാഗം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തലയ്ക്ക് നല്ല കേടാണ്, തലവേദനയൊക്കെ എടുക്കും. അടിപൊളി കളറല്ലേ എണ്ണേൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല അടിപൊളി എണ്ണയാണ്. എൻ്റെ മക്കൾക്കൊക്കെ അത്യാവശ്യം മുടിയുണ്ട്. എനിക്കിപ്പോൾ ഈ എണ്ണയൊക്കെ തേക്കും കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. മുടി കൊഴിച്ചിലൊന്നുമില്ല, പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാവണില്ല എന്നേ ഉള്ളൂ. അപ്പം എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.